വോട്ട് ചെയ്യുന്നേ? ജീവിത അവസാനം വരെ ഈ ചവറും വാരിയ കഴിയുന്നേ. ടോർച്ചിന് വോട്ട് ചെയ്ത ശമ്പളമെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നീ ആർക്കാ ചെയ്യുന്നേ? ടോർച്ചിന് ഭൂപതിക്കാ. വില കയറാൻ കാരണം അവനാ. അവന്റെ വെപ്പാട്ടിയുടെ കൂടെ ഇരിക്കാനേ അവന് നേരമുള്ളൂ. ഇതിനൊക്കെ അവനെവിടെ നേരം? വിഷൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുട്ടികൾ നടത്തിയ നിഗമനം വെച്ച് നോക്കുമ്പോൾ VTM പാർട്ടി അധിക സ്ഥലങ്ങളും കൈയടക്കിക്കൊണ്ട് നേതാവ് പരമേശ്വരൻ മുഖ്യമന്ത്രിയാക്കുമെന്നും നിലവിലുള്ള മുഖ്യമന്ത്രി ഭൂപതിയുടെ പാർട്ടി IMP തീർച്ചയായും കൂട്ടണി വിട്ട് തോറ്റുപോകുമെന്നും കണക്കെടുപ്പിൽ അറിയുവാൻ സാധിച്ചിരിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകൾ നമുക്ക് എതിരാണെന്നാ തോന്നുന്നത്. പാർട്ടിയുടെ അധപ്പതനം എന്നല്ലേ ഇതിന്റെ സാരം? ഞാൻ രാഷ്ട്രീയം അരച്ച് കലക്കി കുടിച്ചവനാടാ. പ്രചരണമല്ലേ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ഞാൻ കളിക്കാൻ പോകുന്ന കളി കണ്ട് കേരളത്തിലെ ജനങ്ങൾ നെട്ടോട്ട് ഓടുന്ന നീ കണ്ടോടാ. എനിക്ക് വേണ്ടി നീ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ നിനക്കൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്ന് തീരുമാനിച്ചു. നോക്ക്, എന്റെ സഖാക്കളെ, വിജയം നിശ്ചയം. നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, നിങ്ങൾ കണ്ടോ, ഇനി ഇവളാണ് ഡെപ്യൂട്ടി സിഎം. ഡെപ്യൂട്ടി സിഎം നമ്മുടെ ഡെപ്യൂട്ടി സിഎം വസുന്ധര, നമ്മുടെ ഡെപ്യൂട്ടി സിഎം വസുന്ധര, നമ്മുടെ ഡെപ്യൂട്ടി സിഎം വസുന്ധര. ഇന്ത്യൻ ജനതാ പാർട്ടിയുടെ വസുന്ധര ദേവി സഹമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് ശ്രീമതി വസുന്ധര ദേവി കാറപകടത്തിൽ മരണപ്പെട്ടതായി റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് നാടെങ്ങും ജനങ്ങൾ അക്രമാസക്തരായിരിക്കുന്നു. പല നാശനഷ്ടങ്ങളും ഏർപ്പെട്ടിരിക്കുന്നു. മഹാപാവികള് എന്റെ മേലെ പഴിചാരാൻ ശ്രമിച്ചു. പക്ഷെ ജനങ്ങൾ അത് വിശ്വസിച്ചിട്ടില്ല. ജയിക്കാൻ വേണ്ടി ഒരു ജീവൻ, ഒരു സ്ത്രീയാണെന്ന് പോലും നോക്കാതെ കൊന്നുകളഞ്ഞില്ലേ? അവര് ഡെപ്യൂട്ടി സിഎം ആകുമെന്ന് കരുതിയാണ് ഇതെല്ലാം ചെയ്തു കളഞ്ഞത്. സ്വർഗത്തിലിരുന്ന് കാണും. ജനങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി എന്തും താങ്ങും ഈ നെഞ്ച്. എന്റെ അണികളെ, ആ വസുന്ധര ദേവിക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ ദേവി ചെയ്തെല്ലാവരും സമാധാനം പാലിക്കണം. ആരും അക്രമത്തിനായി ഇറങ്ങിത്തിരിക്കരുത്. അവസാനിച്ചനിയ, എല്ലാം അവസാനിച്ചു. ആ ഭൂപതി സാധാരണക്കാരനല്ല, പൊളിറ്റിക്കൽ ക്രിമിനൽ അവൻ. അയ്യോ, നാളെ നമ്മൾ ജയിക്കുവോ തോൽക്കുവോ അതല്ല പ്രശ്നം. ജനങ്ങളുടെ മുഖത്ത് നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? പോയി, എല്ലാം പോയി, സകലതും പോയി. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചരണങ്ങൾ സമാപിച്ചു. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിങ്ങൾക്കായി അഭിമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നു. 7 മുതൽ 7:30 വരെ VTM പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീമാൻ പരമേശ്വരനും 7:30 മുതൽ 8 വരെ IMP പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീമാൻ ഭൂപതിയും ജനങ്ങളുമായി സംവാദിക്കുന്നു. നാടിനെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മഹാജനങ്ങളെ, ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. മുഖ്യമന്ത്രി ഭൂപതി, 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 മുഖ്യമന്ത്രി ഭൂപതി. ഞങ്ങൾ വസുന്ധരാദേവിയെ കൊന്നെന്നോ? അങ്ങനെ ഒരു നീചമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഭരണത്തിൽ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, 13 വർഷമായി ഞാൻ എതിർ പാർട്ടിയായിരുന്നു. കുഴപ്പമില്ലല്ലോ, നിങ്ങളെ പോലുള്ള ധൈര്യത്തോടെ വിശ്വാസത്തോടെ പുറത്തിറങ്ങി നടക്കുന്നല്ലോ. തരണം ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു പ്രാവശ്യം ഈ നാട് ഭരിക്കുവാൻ നല്ലവരായ ജനങ്ങൾ ഞങ്ങളെ അനുവദിക്കുക. എന്ത് കുന്തമായത്, കാട്ടില് തൊട്ടിലെന്നൊക്കെ കിടന്ന് കെഞ്ചുന്നത്. നാടിനെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മഹാജനങ്ങളെ, പ്രതിപക്ഷത്തിരുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ എൻ്റെ അടുക്ക് വന്നവനാ. ഇപ്പൊ എന്നെ ഒതുക്കാൻ വേണ്ടി നീ അവന് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. ആരടാ നീ? 5 വയസ്സിലെ ആസിഡ് ബൾബ് എടുത്ത് എറിഞ്ഞവനാടാ ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ പണവും ശവവുമാണ് വിജയരഹസ്യം. ശവം കത്തിക്കും. അഗ്നിക്ക് ഇരയായത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറയും.
ചത്തുപോയതിന്റെ പേരിൽ ലോട്ടിടും, കുടിലുകൾ കത്തിച്ചു കളയും, കത്തിപ്പോയ വീടിന് 8,000 കൊടുക്കും. ഈ മണ്ടന്മാർ ഇതെല്ലാം വിശ്വസിച്ച് വോട്ട് ചെയ്യും. രക്തത്തിൽ അലിഞ്ഞു പോയടാ രാഷ്ട്രീയം. എന്നോട് കളിക്കുമല്ലേ? നാളെ നേരം വെളുക്കുമ്പോ ദോ അവനെ പോലും വെറുതെ വിടും. പക്ഷെ നിന്നെ പൂജപ്പുര ജയിലോ വെല്ലൂർ ജയിലോ തീഹാർ ജയിലോ എന്ന് തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്ന ഈ അവസ്ഥയിൽ കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാവരും മരിച്ചുപോയി എന്ന് പറഞ്ഞ വസുന്ധരാദേവ് ഞാനാണ്. ഞാൻ ജീവനോട് ഇരിക്കുന്നത് എല്ലാവർക്കും സന്തോഷാണെന്ന് എനിക്കറിയാം. എന്നാ ഒരാൾക്ക് മാത്രം അയ്യോ ഇവൾ എപ്പോഴാ ഒന്ന് ചാവുന്നുള്ള സന്തോഷവും. എനിക്ക് തെറ്റുപറ്റി. എന്നാ ഇത്രയും കാലം ഞാൻ നേതാവിനെ വിശ്വസിക്കുകയായിരുന്നു. ചത്തുപോയവരുടെ പേര് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോ ചത്തവൾക്ക് ജീവനോടെ വന്നൂടെ? ഇതിന് രാഷ്ട്രീയ ചേട്ടാ. നിങ്ങളല്ലേ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് പണവും ശവമാണെന്ന്? ഇപ്പൊ നോക്ക്. വീണ്ടും അയാള് അധികാരമോഹത്തിനു വേണ്ടി എന്നെയും കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി CM എന്ന് അനൗൺസ് ചെയ്തിട്ട് എന്നോട് തനിയെ കാണാൻ വരണമെന്ന് പറയുകയായിരുന്നു. എന്നാൽ വരുന്ന വഴിയിൽ അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. എനിക്ക് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് കൊല്ലുന്നത് സാധാരണ കാര്യമാണ്. വേഗം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങ്. വാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയുന്ന കേക്ക്. വേഗം വാ. കേൾക്കാൻ ഞാൻ തയ്യാറല്ല. വേഗം പോകാൻ. ഈ വണ്ടിയിൽ ബോംബുണ്ട്. കണ്ടില്ലേ, എല്ലാം ഭൂപതിയുടെ പണിയാ. നിങ്ങളെ ആഭ്യന്തരമന്ത്രി ആക്കാന്ന് പറഞ്ഞത് തന്നെ കൊന്നു വോട്ട് നേടാനായിട്ടാ. നിങ്ങൾ എന്റെ വണ്ടിയിൽ ബോംബ് വെച്ചിട്ട് നേതാവിന്റെ തലയിൽ പഴിയാരാ നോക്കിയാ ഞാൻ വിശ്വസിക്കണോ? സംസാരിക്കേ. നേതാവേ വസുന്ധര മേഡം വന്ന കാർ പൊട്ടിത്തെറിച്ചു. നേതാവേ, മേഡം കഷ്ണമായി ചത്തുപോയടാ അവള്. സൂപ്പർ. ഡെപ്യൂട്ടി CM ആകേണ്ട വസുന്ധരയെ പ്രതിപക്ഷം കൊന്നുകളഞ്ഞെന്ന് പറയണം. നമ്മുടെ ആൾക്കാരെ അയച്ച് അവരുടെ ഓഫീസെ പാർട്ടിക്കുടി ബാനറ എല്ലാം കത്തിച്ചു കളയാൻ പറ. ഒറ്റ ഒരുത്തന്റെ പോലും തലവെളി കാണിക്കരുത്. നമ്മുടെ ജനങ്ങൾ അവരുടെ കഷ്ടപ്പാടിന് കരയുമോ ഇല്ലയോ? അടുത്തവരുടെ കഷ്ടപ്പാടിന് പരിതാപപ്പെട്ട ജയിക്കത്തില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? സത്യമൂർത്തി സാറിന്റെ മരണത്തിന് ആരാണ് കാരണം? RK ഭൂപതിയാണ്. കള്ളം കള്ളം എല്ലാം കള്ളമാണ്. എന്തിനാ ചേട്ടാ ടെൻഷൻ അടിക്കുന്നേ? തെളിവുണ്ട് ചേട്ടാ. അതിനുള്ള ഒരേ ഒരു തെളിവ് ഇതാ. എന്നെയും എന്നെങ്കിലും ഒരു ദിവസം കൊല്ലാൻ ശ്രമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ വീഡിയോ ഞാൻ മൊബൈലിലെടുത്തത്. അല്ല, നിങ്ങളുടെ രാഷ്ട്രീയ ജ്ഞാനം വെച്ച് ഇതെല്ലാം കള്ളമാണെന്നൊന്നും തെളിയിച്ചേ. നീ ഒരുത്തിന് കുഴി തോണ്ടിയാ പുറകെ വന്നൊരുത്ത മണ്ണ് വാരിയിടും. 5 കൊല്ലം ഇരുത്തിയതിന് ഈ കളിയാണെങ്കിൽ നിങ്ങളുടെ ആളുകൾ പറയുന്ന പോലെ നിങ്ങളെ നിരന്തരമായിട്ട് CM ആക്കിയ കേരളത്തിന്റെ ഗതി എന്താവും ആലോചിക്കാനേ വയ്യ. സർ പ്ലീസ് കം. ശരി, നോക്കാം. 7:30 ചേട്ടാ, ചേട്ടന് സമയായി. പോയി സംസാരിച്ചിട്ട് വാ. അല്ല, എന്താ സംസാരിക്കാൻ പോകുന്നേ? നിന്നാ കമ്മീഷൻ, ഇരുന്നാ കമ്മീഷൻ, സംസാരിച്ച കമ്മീഷൻ അല്ലേ? മുമ്പിൽ 10 കാർ, പുറകിൽ 10 കാർ, നടുക്ക് തോക്കേന്തിയ പോലീസുകാർ. നിങ്ങളെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിച്ചത്? ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെ തലക്കയറ്റി വെച്ചേനെ. എല്ലാം പോയല്ലേ? ചേട്ടന് സംസാരിക്കാൻ മൂടില്ല. പ്രോഗ്രാം ക്യാൻസൽ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഏത് ജയിലാന്ന് നീ തന്നെ തീരുമാനിക്കേ. ജനങ്ങൾ വിഡ്ഢികളാന്ന് വിചാരിച്ചാ നിങ്ങളാണ് വിഡ്ഢികളാവുക. അവർക്ക് എപ്പോൾ ആരെ കൊണ്ടുവരണമെന്ന് നന്നായിട്ടറിയാം. പോയിട്ട് വാ. ഈ കഴിഞ്ഞ 15ാമത്തെ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ PDMK ജനതാ പാർട്ടി അധിക മണ്ഡലങ്ങളിലും വിജയിച്ച് പാർട്ടിയിലുള്ളവർ ആഘോഷിക്കുകയാണ്.
എന്താ നേതാവേ, സന്തോഷമായില്ലേ? വളരെ വളരെ സന്തോഷമായ അവരും സന്തോഷമായിട്ടിരിക്കണം നേതാവേ. പതിവായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ബിസിനസ്സുകാരാണ് കാശ് തരുന്നത്. ജയിച്ചാ അവർക്ക് വേണ്ടി ഭരണം നടത്താൻ. ഈ തവണ ഞാൻ കൊണ്ടുവന്ന പണം അത് ജനങ്ങളുടേതാണ്. നിങ്ങളുടെ ഭരണം അത് അവർക്ക് വേണ്ടിയാവണം. ജനങ്ങളെ മാത്രമല്ല അനിയ, നിന്റെ വീട് ഞാൻ രക്ഷിക്കാം. അങ്ങോട്ട് നോക്ക്, നേതാവ് കമലഹാസൻ. ജനങ്ങൾക്ക് സംപ്രീതനായ സത്യമൂർത്തി കുടുംബത്തോട് ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരനായ മുൻ മുഖ്യമന്ത്രിയായിരുന്ന RK ഭൂപതിയുടെ പേരിൽ CBI കുറ്റം ചുമത്തിയിരിക്കുന്നു. പകപോക്കാൻ പാർട്ടിക്കാർ ഇറങ്ങിത്തിരിച്ചാൽ അത് കണ്ട് ഞാൻ ഭയക്കില്ല. ഗുണ്ടകൾ ശല്യം തുടരുമ്പോഴും, തിരകൾ നെഞ്ചു പിളർക്കുമ്പോഴും, തൂക്കുകയർ കഴുത്തിൽ മുറുകുമ്പോഴും എന്റെ രാഷ്ട്രീയം വിട്ടിട്ട് എനിക്കൊന്നുമില്ല. ഇല്ല 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 പിന്നോട്ട്. എന്താ കമൽ ഇത് വലിയ ത്യാഗിയെ പോലെ സംസാരിക്കുന്നത്? നാണക്കേട് പുറത്ത് കാണിക്കാത്തവനല്ലേ ശരിക്കുള്ള രാഷ്ട്രീയക്കാരൻ. നേതാവേ, എന്താ ഇങ്ങോട്ടേക്ക് വന്നേ? നിന്റെ വീടിന്റെ പ്രോബ്ലം ഒക്കെ തീർന്നു അനിയ. വളരെ സന്തോഷം നേതാവേ. ആ റെയിൽവേ പ്രോജക്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇട്ട ആദ്യത്തെ ഒപ്പ് ഇതാണ്. അതിന്റെ ഓർഡറാണ് ഇത്. അങ്ങോട്ട് കൊടുക്ക. ഇതെന്താണ് ഒരു വയറിളക്കത്തിന്റെ ശബ്ദം പോലുള്ള ചിരി? എടാ ചുമ്മാതിരി. അനിയ, ഞാൻ മുഖ്യമന്ത്രി, നിങ്ങളുടെ മുഖ്യമന്ത്രി. ഞങ്ങളുടെ CM. ശരി നേതാവേ, ശരി ശരി ശരി, പോയിട്ട് വരും. എവിടെന്നോ വന്ന് എല്ലാവർക്കും നല്ലത് ചെയ്ത് പെട്ടെന്ന് എല്ലാരെയും വിട്ടിട്ട് കാരാപ്പുഴയ്ക്ക് പോവാ. ഇമോഷനാണോ? ഒരു കുത്തു തന്നോണ്ടല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഇമോഷൻ ആവും അല്ലേ? അത്ര പെട്ടെന്നൊന്നും ഇട്ടിട്ട് പോയില്ല അയ്യപ്പാ. അടുത്തല്ലേ കാരാപ്പുഴ. വെറും 96 രൂപ ടിക്കറ്റ്. വണ്ടിയെ കയറിയ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വരാം. ഞാനൊരു പ്രധാനപ്പെട്ട ആള് വന്നില്ലെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സോറി കണ്ണിട്ട. പൊട്ടി. എന്തിനാ ഇതൊക്കെ? ഫോൺ ഫോൺ. അയ്യോ. ഹലോ ജി. हाँ जी हाँ जी हाँ जी. नहीं जी, ഞാനെങ്ങനെ ജി? നോ ജി നോ ജി. അച്ഛാ ജി അച്ഛാ ജി അച്ഛാ ജി അച്ഛാ ജി. ഇതെന്താ ജി ജി എന്ന് പറഞ്ഞ? 2Gയോ 3Gയോ? രാഹുൽ ജിയാ. അവിടെ എന്തോ പ്രശ്നമാണ്. ഞാനത് പോയി തീർത്തു കൊടുക്കണമെന്ന്. ഈവനിങ് തന്നെ പോയേ പറ്റൂ. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോടാ. വെറുതെ വിടില്ലല്ലേ? Political confusion still in Delhi. Kamala Khanum formed the Third Front.